ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പച്ചപ്പുകൾ ഇല്ലാതാവുന്ന, മാലിന്യപ്പുക മൂലം രോഗഗ്രസ്തമാകുന്ന ജലസ്രോതസ്സുകൾ വരണ്ടുണങ്ങിയ വരും കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഭൗമദിനം. നഗരങ്ങളിൽ പരിസ്ഥിതിയെ തിരിച്ചുപിടിക്കണമെന്ന ഉദ്ബോധനമാണ് ഇത്തവണത്തെ ഭൗമദിന വിഷയം. പരിസ്ഥിതി സൗഹൃദമായ നഗരാന്തരീക്ഷങ്ങൾ ഉണ്ടാക്കാൻ ഹരിത നഗരം എന്ന സന്ദേശം നമുക്കും പ്രാവർത്തികമാക്കാം. പ്രധാന വാർത്തകളിലേക്ക്. ഭൂമിയുടെ നോവും നൊമ്പരവും തിരിച്ചറിയാനായി ഒരു ദിനം. ലോക ഭൗമദിനത്തിൽ ബോധവൽക്കരണവും കൂട്ടായ്മയുമായി പരിസ്ഥിതി സ്നേഹികൾ. തിരുവനന്തപുരത്ത് ബിജെപിക്ക് വിജയം ഉറപ്പാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. വിവിധ മുന്നണികളിലെ വോട്ട് ചോർച്ച ബിജെപിക്ക് അനുകൂലമായെന്നും മുരളീധരൻ. അന്നന്നത്തെ അന്നം അധ്വാനിച്ചുണ്ടാക്കുന്നതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നയമാണ് പുതിയ നികുതി ഘടനയെന്ന് പ്രദീപ് കുമാർ MLA. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി വർധനവിൽ പ്രതിഷേധിച്ച് വാഹന ഉടമകളുടെ RTO ഓഫീസ് മാർച്ച്. വാർത്തകൾ വിശദമായി. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും അനുഭാവികളായ ആളുകൾ ഇത്തവണ അവരുടെ വോട്ട് ബിജെപിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. അതിന്റെ ഫലമായി തിരുവനന്തപുരത്തെ ബിജെപിക്ക് വിജയം ഉറപ്പാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. വിവിധ ഭാഗങ്ങളിലെ വോട്ട് ചോർച്ച ബിജെപിക്ക് അനുകൂലമായെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. 16-ാം തീയതി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം. ഞങ്ങളുടെ ഒരു കണക്കൂട്ടലിൽ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഇത്രയും കാലം അനുഭാവികളായിരുന്ന ആളുകൾ അവരുടെ വോട്ട് ഈ തവണ ബിജെപിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് തിരുവനന്തപുരത്ത് ജയിക്കണം. അന്നന്നത്തെ അന്നം അധ്വാനിച്ചുണ്ടാക്കുന്നവനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നയമാണ് പുതിയ നികുതി ഘടനയെന്ന് പ്രദീപ് കുമാർ MLA. നീതിയും ന്യായവുമില്ലാത്ത ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു MLA. മോട്ടോർ കേബ് വാഹനങ്ങൾ, കോൺട്രാക്ട് കാരിയർ, പുഷ്ബാക്ക് വാഹനങ്ങൾ, പുഷ്ബാക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ തുടങ്ങിയവയുടെ വാഹന നികുതി ഭീമമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് ടൂറിസ്റ്റ് വെഹിക്കിൾ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. RTO ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് എരഞ്ഞിപ്പാലത്ത് നിന്നും ആരംഭിച്ചു. MLA പ്രദീപ് കുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അന്നന്നത്തെ അന്നം അധ്വാനിച്ചുണ്ടാക്കുന്നവന് പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നയമാണ് പുതിയ നികുതി ഘടനയെന്ന് പ്രദീപ് കുമാർ MLA പറഞ്ഞു. നീതിയും ന്യായവും ഇല്ലാത്ത സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. ഇനി അതല്ല, ഒരു അല്പം വർധനമാണ് ഏർപ്പെടുത്തുന്നതെങ്കിൽ 1000 രൂപ വർദ്ധിപ്പിച്ചു പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഈ 1050 രൂപ 2 വർഷത്തേക്കാകും അത് 12,000 ആക്കുന്നതിന്റെ യുക്തി എന്താണ്, നീതി എന്താണ്, ന്യായം എന്താണ്? ഇങ്ങനെ ഒരു സമീപനം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ധനമന്ത്രിയോ സർക്കാരോ ഇന്നേവരെ സ്വീകരിച്ചിട്ടുണ്ടോ? രക്ഷാധികാരി K. റഫീഖ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് രാജീവ് ജോസ് സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ശ്രീശാന്ത്, വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം C. ഇക്ബാൽ തുടങ്ങിയവരും സംസാരിച്ചു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് കൂട്ടി വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിമാറ്റിയ ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് നിലവിലുള്ള റോഡ് ടാക്സിൽ നിന്നും കുത്തനെ 4 മടങ്ങ് ടാക്സ് കൂട്ടി. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്ക് വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിമാറ്റിയ ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ കോഴിക്കോട്ടെ വ്യാപാരികൾ പ്രതിഷേധിച്ചു. കോഴിക്കോട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് T. നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെഹിക്കിൾ ട്രാൻസ്പോർട്ട്, മോട്ടോർ ട്രാൻസ്പോർട്ടിൽ ഭീമമായി കോടിക്കണക്കിന് ലക്ഷത്തിന്റെ വരുമാനം ഗവൺമെന്റ് വർദ്ധിപ്പിക്കാനുള്ള നടപടിയാണ്. അതിലൊരു വരിയാണ് നിങ്ങളുടെ
7 സീറ്റിൽ കൂടിയ വണ്ടികൾ 19 സീറ്റാകുമ്പോൾ അതിന് ഗവൺമെന്റിന് സാമ്പത്തിക നഷ്ടം വരുന്നു. 16 സീറ്റ് 15 സീറ്റ് പുഷ്പാക്ക് സീറ്റ് എടുത്ത് സാധാരണ സീറ്റാണെങ്കിൽ 19 19 സീറ്റിന്റെ പൈസ കിട്ടും. ആ കിട്ടുന്നത് നിങ്ങൾ പുഷ്പാക്ക് എടുത്തത് കൊണ്ട് 14-15 സീറ്റിന്റെ പൈസ കിട്ടുള്ളൂ. അപ്പൊ ഗവൺമെന്റിന് നഷ്ടം വരുന്നത് നിർത്താൻ വേണ്ടി 310 ഉള്ളത് 1000 ആക്കുന്നു. പ്രസിഡന്റ് മോഹനൻ കുമാർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, സെക്രട്ടറി എബി എന്നിവർ സംസാരിച്ചു. മണ്ണും വായുവും ജലവും ജീവജാലങ്ങൾക്ക് ഭീഷണിയാകുന്ന കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ലോക ഭൗമദിനം. ഹരിത നഗരങ്ങൾ എന്നതാണ് ഇക്കുറി ഭൗമദിന സന്ദേശം. ചുട്ടുപൊള്ളുന്ന ചൂടും അതിന്റെ അനന്തരഫലമായി ഭൂമിയിൽ നിന്നും മാഞ്ഞു പോകുന്ന പച്ചപ്പുകളും ജലാശയങ്ങളും അതിൽ വീർപ്പുമുട്ടുന്ന ജനങ്ങളും. ഈ അവസരത്തിലാണ് നമുക്ക് മുന്നിലൂടെ വീണ്ടും ഒരു ഭൗമദിനം കൂടി കടന്നുവരുന്നത്. സൗരയൂഥത്തിലെ വേറിട്ടതും വൈവിധ്യം നിറഞ്ഞതുമായ നമ്മുടെ ഗ്രഹത്തിന്റെ അതിജീവനത്തിന് ഭൗമദിനം മുന്നോട്ട് വെക്കുന്ന ആശയം പ്രസക്തമാവുന്നത് ഇതുകൊണ്ടു തന്നെയാണ്. മനുഷ്യപ്രവർത്തനത്തിന്റെ ഫലമായി ഭൂമിയിലെ അപൂർവവും വൈവിധ്യം നിറഞ്ഞതുമായ ഒട്ടനവധി ജൈവ മേഖലകൾ ഇന്ന് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ലാഭക്കണ്ണുകളുടെ നോട്ടത്തിൽ പ്രകൃതി വിഭവ ചൂഷണവും ഇന്ന് വ്യാപിക്കുകയാണ്. ഹരിത നഗരങ്ങൾ എന്ന സന്ദേശമാണ് ഇക്കുറി ഭൗമദിനം മുന്നോട്ട് വെക്കുന്നത്. ഗ്രാമങ്ങൾ കൂട്ടത്തോടെ നഗരത്തിലേക്ക് പലായനം ചെയ്യുകയും ഗ്രാമങ്ങൾ നഗരച്ചായയിലേക്ക് പോകുന്നതും ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക ബോധവൽക്കരണവും പരിസ്ഥിതിയെ തിരിച്ചുപിടിക്കലും നഗരങ്ങളിൽ നിന്നാണെന്ന തിരിച്ചറിവാണ് 2014 ഭൗമദിനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം. നഗരങ്ങൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടേത് മാത്രമാവുമ്പോൾ വീർപ്പുമുട്ടുന്ന നഗരങ്ങളിലെ തെരുവുകളിൽ ജീവിക്കുന്ന മനുഷ്യർ മരിച്ചു വീഴുന്നത് കൂടുതലായും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലമാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പാശ്ചാത്യ സംസ്കാരങ്ങളിൽപ്പെട്ട് ഗ്രാമങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കൈകൾക്ക് ഈ വികസനത്തിന്റെ അനന്തരഫലം പ്രകൃതിയുടെ നാശം തന്നെയാണെന്ന തിരിച്ചറിവ് ഇല്ലാതെ പോവുകയാണ്. ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരം അത് ഗ്രാമങ്ങളിൽ തന്നെയാണ്. എന്നാൽ ഇന്നും അത് മനുഷ്യർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ജലാശയങ്ങൾ, കുന്നുകൾ, മലകൾ, വനങ്ങൾ, വയലുകൾ എല്ലാം നികത്തി അവിടെ കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു. ഇതിന്റെയെല്ലാം പരിണാമമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു മാറ്റം അനിവാര്യമാണ്. പരിസ്ഥിതിയെക്കുറിച്ചുള്ള ചിന്ത ഭൗമദിനത്തിൽ മാത്രം ഒതുങ്ങരുത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി പുതുതലമുറ തന്നെ കടന്നുവരണം. സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കണം. അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്കും പങ്കാളികളാവാം. ഹരിത നഗരങ്ങൾക്കായുള്ള നാളേക്ക് വേണ്ടി. കോഴിക്കോട് പരിസ്ഥിതി സംരക്ഷണ സമിതി വനം വന്യജീവി വകുപ്പിന്റെ സഹകരണത്തോടെ ഭൗമദിനം ആചരിച്ചു. മാനാഞ്ചിറ LIC കോർണറിൽ സംഘടിപ്പിച്ച പരിപാടി സ്വാതന്ത്ര്യ സമര സേനാനി തായാട്ട് ബാലൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പ്രകൃതി സംരക്ഷണ സമിതി വനം വന്യജീവി വകുപ്പിന്റെ സഹകരണത്തോടെ ഭൗമദിനം ആചരിച്ചു. മാനാഞ്ചിറ LIC കോർണറിൽ സംഘടിപ്പിച്ച പരിപാടി സ്വാതന്ത്ര്യ സമര സേനാനി തായാട്ട് ബാലൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ T മണലിൽ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ഭരണസമിതിക്കോ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അവിടെയുള്ള ആളുകളുടെ ആവശ്യത്തിനല്ല അതൊന്നും ഉപയോഗിക്കുന്നത്. മറിച്ച് അവർക്ക് ആ മണലും ആ പാറയും ആ വെള്ളവും ഒക്കെ വിറ്റ് പരമാവധി കാശുണ്ടാക്കുന്ന രീതിയിൽ, അങ്ങനെ പണമുണ്ടാക്കുന്ന രീതിയിൽ വൻകിട മുതലാളിമാർക്ക്, കോർപ്പറേറ്റുകൾക്ക്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ N ഗോപാലൻ, സ്വാതന്ത്ര്യ സമര സേനാനി P വാസു, TV രാജൻ, PT മുഹമ്മദ് കോയ, T മുഹമ്മദ് ബഷീർ, മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നഗരത്തിലെ വൃക്ഷങ്ങളിലെ ആണിയടിച്ച പരസ്യ ബോർഡുകൾ നീക്കം ചെയ്തു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവാ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാ
സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. മലാപ്പറമ്പ് AUP സ്കൂൾ അടിയന്തരമായി സർക്കാർ ഏറ്റെടുക്കണമെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പതിയണമെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ സാമൂഹ്യ വിരുദ്ധരാൽ തകർക്കപ്പെട്ട സ്കൂൾ സന്ദർശന വേളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊവ്വാഴ്ച 12 മണിയോടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ സാമൂഹ്യവിരുദ്ധരാൽ തകർക്കപ്പെട്ട മലാപ്പറമ്പ് AUP സ്കൂൾ സന്ദർശിച്ചത്. സ്കൂൾ സംരക്ഷണ സമിതി ഭാരവാഹികളായ ബാസി മലാപ്പറമ്പും അധ്യാപകരും സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിച്ചു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സ്കൂൾ നിലനിർത്തേണ്ടത് നാടിന്റെ ആവശ്യമാണ്. റോഡ് വികസനത്തിന്റെ പേരിൽ സ്കൂൾ പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് സമ്പാദിച്ചതിന് പിന്നിൽ ചില തൽപരകക്ഷികളുടെ താൽപര്യമാണ്. സർക്കാരിലെ ചിലരും ഇതിന് ഉത്തരവാദികളാണ്. സ്കൂൾ സർക്കാർ അടിയന്തരമായി ഏറ്റെടുക്കണം. നേരത്തെ പുറത്തിറങ്ങിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണം. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് മറികടന്നാണ് തീരുമാനമുണ്ടായത്. അപ്പോൾ DPIയുടെ ഒക്കെ ശുപാർശയ്ക്ക് വിരുദ്ധമായിട്ടാണ് സർക്കാർ തലത്തിൽ ഇത് പൊളിച്ചു നീക്കാനും നിർത്തലാക്കാനും ഒക്കെയുള്ള ഉത്തരവുണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സത്വരമായിട്ടുള്ള ആ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. ഈ സ്കൂൾ നിലനിർത്തിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം ഇവിടെ തന്നെ തുടരാൻ സാധിക്കുന്ന തരത്തിൽ വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണിത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആ സാഹചര്യം തുടർന്നും നിലനിൽക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ്. സ്കൂളിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് സത്വര ശ്രദ്ധയുണ്ടാവണം. നിലവിൽ പഠനം ഇവിടെ തന്നെ നടക്കേണ്ടതായ നീക്കങ്ങൾ ഉണ്ടാവണമെന്നും V. മുരളീധരൻ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് P. രഘുനാഥും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ സംഘടിക്കപ്പെടാതെ ക്യാമ്പസുകൾ അരാജകത്വങ്ങളുടെ കൂടാരമായി മാറുന്നതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നുവരണമെന്ന് ചിന്തകനും എഴുത്തുകാരനുമായ KN കുഞ്ഞഹമ്മദ് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാമ്പസ് ജനാധിപത്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സദസ്സ് ചിന്തകനും എഴുത്തുകാരനുമായ KN കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ സംഘടിക്കപ്പെടാതെ ക്യാമ്പസുകളിൽ അരാജകത്വങ്ങളുടെ കൂടാരമായി മാറും. ഇതിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നുവരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പാടിയതുപോലെ ആഫ്രിക്കയിലെ കാപ്പിയുടെ പുറത്ത് ചാട്ടമാറുകൊണ്ട് അടിയേൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നത് ആഫ്രിക്കയിലെ കാപ്പി നമ്മുടെ കുടുംബക്കാരായതുകൊണ്ടല്ല. പക്ഷെ നമ്മുടെ കുടുംബക്കാരാണ്. ആപസ്കാത്മക ബന്ധം, രക്തബന്ധമല്ല, മതബന്ധമല്ല, ജാതിബന്ധമല്ല, രാഷ്ട്രബന്ധമല്ല. ജാതിബന്ധത്തിനപ്പുറത്ത്, മതബന്ധത്തിനപ്പുറത്ത്, രാഷ്ട്രബന്ധത്തിനും അപ്പുറത്ത് ഞങ്ങൾ മനുഷ്യരാണല്ലോ എന്ന മഹത്തായ ആദർശബന്ധം. ഈ ആദർശബന്ധത്തിന്റെ ആവിഷ്കാരമാണ് രാഷ്ട്രീയം. എന്നാൽ ആഗോള മൂലധനമാകട്ടെ ആദർശങ്ങൾ തന്നെ ഇല്ലാതെ ചരിത്രത്തിന് താഴെ സ്റ്റോപ്പിടാൻ ശ്രമിക്കുകയാണ്. ഇത് മതി എന്നാണ്. എന്നാൽ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് പോരാ. SFI ജില്ലാ പ്രസിഡന്റ് MM ജിജേഷ് അധ്യക്ഷത വഹിച്ചു. നാടക നടൻ മുഹമ്മദ് പേരാമ്പ്ര, PJ വിൻസൻ, SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ VK കിരൺ രാജ്, ജില്ലാ സെക്രട്ടറി MK നികേഷ് എന്നിവർ സംസാരിച്ചു. ഒരു കുടം വെള്ളത്തിനായി മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥ നാട്ടിലുള്ളപ്പോൾ ഒരു മാസമായി പൈപ്പ് പൊട്ടി നഷ്ടപ്പെടുന്നത് ഗ്യാലൻ കണക്കിന് ശുദ്ധജലം. വെള്ളിമാടുകുന്ന് കുറിയേടത്ത് താഴം അക്ഷയ സെന്ററിനു സമീപം റോഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലെ വെള്ളം ചോർന്ന് അഴുക്കുചാലിൽ ചെന്നു ചേരുന്നത്. നിരന്തരം സമ്പർക്കം പുലർത്തിയിട്ടും ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത അധികാരികൾക്കെതിരെ ജനരോഷം ശക്തമാവുകയാണ് ഇവിടെ. വെള്ളിമാടുകുന്ന് കുറിയേടത്ത് താഴം അക്ഷയ സെന്ററിനു സമീപത്തെ ടാറ് ചെയ്യാത്ത റോഡിലാണ് കഴിഞ്ഞ ഒരു മാസമായി പൈപ്പ് പൊട്ടി ഗ്യാലൻ കണക്കിന് ശുദ്ധജലം ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ വീടുകളിലേക്ക് കണക്ഷൻ എത്തിയിട്ടില്ലെങ്കിലും പൈപ്പിടൽ പ്രക്രിയ മുൻകൂട്ടി വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കിയതാണ്. പൈപ്പ് പൊട്ടി ശുദ്ധജലം ഒഴുകാൻ തുടങ്ങിയ സമയത്ത് തന്നെ സമീപവാസികൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ യാതൊരു മറുപടിയും ഉണ്ടായില്ലെന്നു മാത്രമല്ല പലവട്ടം ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ വാർഡ് കൌൺസിലറും കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടതാണെന്ന സാക്ഷ്യപത്രം സമീപവാസികളായ അബ്ദുൾ റഹ്മാനും അബ്ദുൾ റഷീദും നൽകുന്നു. ഒരു പാത്രം വെള്ളം കിട്ടണമെങ്കിൽ 1.5 ദിവസം കാത്തിക്കണമെന്ന്.
അത്രയും വലിയ അവസ്ഥയിൽ നാട് മുഴുവൻ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ ഇത്രയും വലിയ അധികാരികളുടെ അനാസ്ഥ വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ കാര്യമായതുകൊണ്ട് മനസ്സിൽ വല്ലാണ്ട് വേദന തോന്നുന്നു. കൗൺസിലർ ഒരു പ്രാവശ്യം വന്ന് കണ്ടു പോയതാണ്. പിന്നെ ഒരു പ്രാവശ്യം റോട്ടിൽ വെച്ച് ഞാൻ അതിന് പരിഹാരം ഇതുവരെ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ മുന്നിൽ തന്നെ അബ്ബാസ് എഞ്ചിനീയർ പറഞ്ഞ ആൾക്ക് വിളിച്ചിട്ട് പിന്നെ അയാൾ പറഞ്ഞിട്ട് അയാൾ ഒന്ന് ശരിയാക്കാന്നൊക്കെ പറഞ്ഞതല്ലാതെ ഇതുവരെ വന്നിട്ട് ശരിയായിട്ടില്ല. ഇതൊക്കെ നമ്മൾ ആരോടാ പറയാ? ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വെള്ളം പോകുമ്പോൾ നമുക്ക് ഇറങ്ങി നന്നാക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഇത് ചെയ്യേണ്ട അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ അവിടെ പണി? നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളും മറ്റുള്ള സർക്കാരുകളും ഇതിനൊന്നും ശ്രദ്ധിക്കുന്നില്ല. നാട്ടിൽ എന്ത് നടന്നാലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ളൊരിതാ ഏത് പാർട്ടിയായാലും. സമീപത്തുള്ള വീടുകളിലേക്ക് ഇപ്പോൾ ഇതുവഴി വാഹനങ്ങളുമായി യാത്ര ചെയ്യാനും നടന്നു പോകാനും ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. പുളിയന്തോട് കുന്നിലേക്കുള്ള പൈപ്പിടലിന്റെ ഭാഗമായാണ് ഇവിടെ കുറച്ചു ഭാഗത്ത് ലൈൻ വലിച്ചതെന്നും നാട്ടുകാർ പറയുന്നു. ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി നാടും നഗരവും രാപ്പകൽ ഓടി നടക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഗാലൻ കണക്കിന് ശുദ്ധജലം ഒരു മാസമായി അഴുക്കുചാലിൽ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഈ പ്രദേശത്തുകാർ. ഗുരുവായൂരപ്പൻ കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷിച്ചു. അളകാപുരിയിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരൻ ഡോക്ടർ എം.എൻ. കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരപ്പൻ കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ ആഘോഷിച്ചു. അളകാപുരിയിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരൻ ഡോക്ടർ എം.എൻ. കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ടീച്ചേഴ്സ് ഫോറം പ്രസിഡന്റ് പ്രൊഫസർ പി.ആർ. ശ്രീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രൊഫസർ ഗോപിനാഥൻ നായർ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് ഗുരുവായൂരപ്പൻ കോളേജ് MSc ബോട്ടണി 1ാം വർഷ വിദ്യാർത്ഥി മിഥുൻ വേണുഗോപാലിന് പ്രൊഫസർ IG ഭാസ്കര പണിക്കർ സമ്മാനിച്ചു. തുടർന്ന് പ്രൊഫസർ PC കൃഷ്ണവർമ്മ രാജ യോഗ തെറാപ്പിയെക്കുറിച്ച് സംസാരിച്ചു. ഇതെന്ന് പറയുന്നത് ഭസ്ത്രിക എന്നാണ്. ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ കൊല്ലന്റെ ഉല എന്നാണ് പറയുന്നത്. ബ്ലാക്ക് സ്മിത്ത് അവര് ആ പമ്പിങ് ഇത് കഴിക്കുന്ന സമയത്ത് ബ്ലെയിംസ് ഉണ്ടാവുന്നത് പോലെ ചെകിരിയിൽ ലെൻസ് വെച്ചിട്ട് സൂര്യപ്രകാശം കൊണ്ടുവന്നിട്ട് ആ ചെകിരി കത്തുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരേപോലെ പോഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഭസ്ത്രികാവുന്നത്. ഇതും കയ്യ് ഈ തരത്തിലാണ് കയ്യ് വെക്കുന്നത്. തവളവെല്ല് ഒരിസ്റ്റോട്ടിലാക്കി വെച്ച് 4 പേരിൽ അതിൻ്റെ മുളയ്ക്ക് മടക്കി വെക്കുക. ഈ പൊസിഷനിൽ വെച്ച് കൈ മുളയ്ക്ക് പിടിക്കുക. താഴത്തേക്ക് എടുക്കുമ്പോൾ ഒട്ടും ബലമില്ലാതെ മൂക്കിൽ കൂടി ശക്തിയായിട്ട് ശ്വാസങ്ങൾ കൈ വളരെ ടീച്ചേഴ്സ് ഫോറം സെക്രട്ടറി പ്രൊഫസർ കെ മാധവൻ നായർ, ട്രഷറർ പ്രൊഫസർ കെ വിജയലക്ഷ്മി, സെക്രട്ടറി പ്രൊഫസർ C സുബ്രഹ്മണ്യൻ എന്നിവർ സംബന്ധിച്ചു. വ്യാജകേശത്തിന്റെ മറവിൽ കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന കപടനയം അവസാനിപ്പിക്കണമെന്ന് SKSSF കോഴിക്കോട് സംഘടിപ്പിച്ച വിശദീകരണ യോഗം ആവശ്യപ്പെട്ടു. നാസർ ഫൈസി കൂടത്തായി അധ്യക്ഷനായ പരിപാടി SYS സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്തു. കാരന്തൂർ മർക്കസിൽ സൂക്ഷിക്കുന്ന പ്രവാചകന്റേതാണെന്ന് അവകാശപ്പെടുന്ന കേശങ്ങൾക്ക് എന്തെങ്കിലും തെളിവുദ്ധരിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടുന്ന കാന്തപുരം വിഭാഗത്തിന്റെ കപടനയം അവസാനിപ്പിക്കണമെന്ന് SKSSF സംസ്ഥാന ഇസ്തിഖാമ സമിതി മുതലക്കുളത്ത് സംഘടിപ്പിച്ച വിശദീകരണ സമ്മേളനം ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ അസ്വസ്ഥതകളും അസ്പൃശ്യതകളും സമൂഹത്തിന് മുമ്പിലുണ്ടാക്കാവുന്ന ചില വ്യതിയാനങ്ങളും കണക്കിലെടുത്തുകൊണ്ടും അതൊരു രാഷ്ട്രീയത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്നതുകൊണ്ടും ഈ കുറഞ്ഞ കാലത്തിൽ കുറച്ചായി ഈ സംവാദത്തിന്റെ മുഖത്തൊരു ഇടവേള സംഭവിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള പിന്തിരിയലോ പ്രബോധന ദൗത്യത്തിൽ നിന്നുകൊണ്ടുള്ള അമാന്തം കാണിക്കലോ അല്ല, മറിച്ച് ഏതെന്ന് പറഞ്ഞാലും കേരളത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ ഭൂമികയിൽ ഒരു തെറ്റിദ്ധാരണക്ക് ഇടം നൽകണ്ട എന്ന സതുദ്ദേശം മാത്രമാണ് ഈ ഇടവേളയുടെ പ്രധാന കാരണം. സമ്മേളനം SKSSF സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ഘാടനം ചെയ്തു. നാസർ ഫൈസി കൂടത്തായി അധ്യക്ഷം വഹിച്ചു. അബൂബക്കർ ഫൈസി മലയമ്മ, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, സത്താർ പന്തല്ലൂർ, മുസ്തഫ അഷ്റഫി, അബൂബക്കർ ധാരിമി, സലസീം ഫൈസി, അയ്യൂബ് കൂളിമാട്, ഗഫൂർ അൻവരി, അലവി ധാരിമി, RV ഹസൻ ധാരിമി, കുഞ്ഞാലൻകുട്ടി ഫൈസി, അസൈനാർ ഫൈസി, മുഹമ്മദ് രാമന്തളി, ഷൌക്കത്ത് ഫൈസി, റഷീദ് ഫൈസി വെള്ളായിക്കോട്, RV സലാം, TP സുബൈർ മാസ്റ്റർ, നൌഷാദ് താഴക്കോട്, മൊയ്തു ഹാജി പാലത്തായി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി.
Galaxy made of ABS material. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. എരഞ്ഞിപ്പാലത്തെ വാഗ്ബടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആദ്യ നോവലിലെ നായിക മാരയുടെ വേഷത്തിലെത്തിയ പെൺകുട്ടി കൈമാറിയ കൈവിളക്കിൽ നിന്നും ദീപം പ്രോജ്വലനം നടത്തി എഴുത്തുകാരി പി വത്സല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്രഷ്ടാവിനെ കാണാൻ നോവലിലെ കഥാപാത്രമെത്തിയത് കാഴ്ചക്കാർക്ക് കൗതുകമായി. എഴുത്തുകാരി പി വത്സല പങ്കെടുത്ത പരിപാടിയിലാണ് അവരുടെ നെല്ല് നോവലിലെ കഥാപാത്രം മാരയുടെ വേഷത്തിൽ സ്ത്രീ വന്നത്. ഇത് പ്രേക്ഷകർക്ക് വേറിട്ട കാഴ്ചയായി. എരഞ്ഞിപ്പാലം വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് കഥാപാത്രത്തിന്റെയും എഴുത്തുകാരിയുടെയും സംഗമം. വായനശാലയുടെ ഒരു വർഷത്തെ ആഘോഷം ടൗൺ ഹാളിൽ പി വത്സല ഉദ്ഘാടനം ചെയ്തു. ഏതൊക്കെ നാട്ടിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടോ ആ പ്രദേശങ്ങളിലെല്ലാം ഉള്ള ലൈബ്രറികളിൽ ഞാനും കയറി ചെല്ലുകയും അവിടുത്തെ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വാഗ്ബടാനന്ദ ഗുരുദേവരുടെ നാമത്തിലുള്ള 75 വർഷം പഴക്കമുള്ള ഈ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊന്നും വായിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അതിന് ഇനിയും അവസരമുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എന്താണ് വായനശാലയുടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ആത്മാവിന് രുചിക്കുന്ന പല ചിന്തകളും ചിത്രങ്ങളും നൽകുന്ന ഒരു ഇടം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വായനശാല പ്രസിഡന്റ് പി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കവി പി കെ ഗോപി, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പാലാട്ടുതാഴം, കിഴക്കൻ തുരുത്തി, നെല്ലികാവ്, ഉദയമംഗലം തുടങ്ങിയ റെസിഡൻസ് അസോസിയേഷനുകൾ ചേർന്ന് നടത്തിയ കലാപരിപാടി അയൽക്കൂട്ടായ്മ അരങ്ങേറി. എം എസ് ബാബുരാജ്, ജി ദേവരാജൻ, വി ദക്ഷിണാമൂർത്തി, കെ രാഘവൻ എന്നിവർ ഈണമിട്ട പാട്ടുകൾ VGS ഓർക്കസ്ട്ര ആലപിച്ചു. ഡോക്ടർ കെ ബി തോമസ് സ്വാഗതവും കെ വേണു നന്ദിയും പറഞ്ഞു. നൃത്യ സംഗീതമയമാർന്ന സന്ധ്യയിൽ കേര സോപ്പ് ടെലിവിഷൻ അവാർഡ് വിതരണം ചെയ്തു. മലയാളത്തിലെ വിവിധ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പരമ്പരകൾക്കും അണിയറ പ്രവർത്തകർക്കുമായാണ് അവാർഡ് നൽകിയത്. ഗുജറാത്തി ഹാളിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 2013-14 വർഷങ്ങളിൽ മലയാളത്തിലെ വിവിധ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പരമ്പരകളിലെ മികച്ച പ്രകടനത്തിനും സമഗ്ര സംഭാവനയ്ക്കുമുള്ള കേര സോപ്പ് അവാർഡുകൾ കോഴിക്കോട് വിതരണം ചെയ്തു. ഗുജറാത്തി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി MK രാഘവൻ MP ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. നടൻ മാമുക്കോയ, കേര സോപ്സ് MD C കുമാരൻ, ഫിലിം ജേർണലിസ്റ്റ് ദേവസ്കുട്ടി, സുജിത് സുന്ദർ, പ്രഭാശങ്കർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നടി വത്സല മേനോനും, സ്പെഷ്യൽ ജൂറി അവാർഡ് ഭാഗ്യലക്ഷ്മിക്കും, സ്പെഷ്യൽ അവാർഡ് ഗായകൻ അനൂപ് ചന്ദ്രനും ചടങ്ങിൽ MK രാഘവൻ MP നൽകി. മികച്ച സീരിയലിലെ നിർമ്മാതാവ് ഉമാധരൻ, മികച്ച സംവിധായകൻ ഫൈസൽ അടിമാലി, നല്ല തിരക്കഥാകൃത്തായി പ്രദീപ് പണിക്കർ, നല്ല ക്യാമറമാനായി രാജീവ് മാങ്കൊമ്പ്, മികച്ച ബാലതാരമായി ബേബി സോന, മികച്ച പുതുമുഖ നടിയായി സാധിക, മികച്ച പുതുമുഖ നടനായി ആകാശ്, മികച്ച ഹാസ്യതാരമായി കോട്ടയം റഷീദ്, മികച്ച വില്ലനായി വിഷ്ണു, മികച്ച സഹനടനായി ദിനേഷ് പണിക്കർ, മികച്ച സഹനടിയായി മങ്ക മഹേഷ്, ജനപ്രിയ നടിയായി ബീന ആന്റണി, ജനപ്രിയ നടനായി ഷാനവാസ്, മികച്ച താരജോഡികളായി അനീഷ് രവി, അനു ജോസഫ്, ഏറ്റവും നല്ല നടിയായി ദിവ്യ, മികച്ച നടനായി യദുകൃഷ്ണൻ, മികച്ച മേക്കപ്പ് മാനായി സജി വെൺപകൽ, മികച്ച ആർട്ട് ഡയറക്ടറായി സുഭാഷ്, മികച്ച വസ്ത്രാലങ്കാരകനായി സുനിൽ പൊറ്റമൽ, മികച്ച അവതാരികയായി മീര, മികച്ച പ്രൊഡക്ഷൻ കൺട്രോളായി തെരഞ്ഞെടുത്ത ബിജു വെൺപകൽ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. MK രാഘവൻ MP, മാമുക്കോയ, C കുമാരൻ, ദേവസ്കുട്ടി, മുരളി ബേപ്പൂർ എന്നിവരാണ് അവാർഡുകൾ സമർപ്പിച്ചത്. ഓർമ്മ പുസ്തക പ്രകാശനവും മുതിർന്നവരെ ആദരിക്കലും വിവിധ കലാപരിപാടികളുമായി ചേളന്നൂർ മേലേടത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ മാലൽ അധ്യക്ഷനായിരുന്നു. ചേളന്നൂർ മേലേടത്ത് തറവാട്ടിലെ 5 തലമുറയിലെ അംഗങ്ങൾ ഒത്തുചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു.
കുടുംബസംഗമത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മേലെടുത്ത് മെമ്മറീസ് ഓർമ്മ പുസ്തകം ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അബൂബക്കർ മാസ്റ്റർ കുടുംബത്തിലെ ആദ്യത്തെ സർക്കാർ സ്കൂൾ അധ്യാപിക പരീക്ഷ ടീച്ചർക്ക് നൽകി പ്രകാശനം ചെയ്തു. കുടുംബസംഗമം ചെയർമാൻ അബൂബക്കർ മലോൽ അധ്യക്ഷം വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം എം നൌഷാദ്, മഹല്ല് പ്രസിഡന്റ് ഹബീബ് അദിയാനത്തിൽ, പി ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളായ കുന്നുമൽ ഖദീജ, മേലേടത്ത് ഇമ്പിച്ചാമിന, മേലേടത്ത് ആമിന, തറോത്ത് കുഞ്ഞായിഷ, കുന്നത്ത് മൊയ്തി ഹാജി, ഈങ്ങാട്ട് ഉമ്മർ ഹാജി, മേലേടത്ത് മൊയ്തീൻ കോയ ഹാജി, കുനിയിൽ കുഞ്ഞായിഷ, കുന്നത്ത് ഫാത്തിമ ബി, തേറോത്ത് അബ്ദുള്ള കോയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സിറാജുദ്ദീൻ പറമ്പത്ത്, സമ്മദ് കുന്നക്കാവ് എന്നിവർ ക്ലാസുകളെടുത്തു. കുടുംബാംഗങ്ങളുടെ പരിചയപ്പെടൽ, ഖുർആൻ മനഃപ്പാടമാക്കിയ കുടുംബാംഗം മുഹമ്മദ് ഫാസിലിനെ അനുമോദിക്കൽ, കുട്ടികളുടെ കലാപരിപാടികൾ, സംഗീത വിരുന്ന് എന്നിവ നടന്നു. എം വി അബൂബക്കർ, റഷീദ് ചെറുകുളം എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ജനറൽ കൺവീനർ എം ടി അബ്ദുൽ അസീസ് സ്വാഗതവും മേലേടത്ത് അബ്ദുൽ അസീസ് നന്ദിയും പറഞ്ഞു. 30 വർഷമായി കോഴിക്കോട്ട് സംഗീത അധ്യാപന അവതരണ രംഗത്തെ നിറസാന്നിധ്യമായ സ്വരലയം ഓർക്കസ്ട്രയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഏഷ്യാനെറ്റ് മൈലാഞ്ചി ഫെയിം കീർത്തനയെ ആദരിച്ചു. സംഗീതജ്ഞൻ വിജയൻ കോവൂർ ഉദ്ഘാടനം ചെയ്തു. വേങ്ങേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വരലയം ഓർക്കസ്ട്രയുടെ 30ാമത് വാർഷികാഘോഷ പരിപാടികൾ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. ചടങ്ങിൽ ഏഷ്യാനെറ്റ് ഫെയിം കീർത്തനയെ ആദരിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ വിജയൻ കോവൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കീർത്തനയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. ഇത് പുതിയ തലമുറകളുടെ കാലഘട്ടമാണ്. ഏത് മേഖലയിലായാലും, സിനിമയായാലും സംഗീതമായാലും നാടകമായാലും ഏത് മേഖലയിലും പുതിയ തലമുറ ഉടുമുടികൾ വെട്ടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കഴിവുള്ളവർക്ക് പുതിയ കാലഘട്ടത്തിലെ പ്രതിഭകൾ ഒരു കണക്കിന് ഭാഗ്യം ചെയ്തവരാണ്. കാരണം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ, അത് വിവിധ മേഖലകളിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും സന്നദ്ധ സംഘടനകളും ഉണ്ട്. റിയാലിറ്റി ഷോ ഇന്ന് എല്ലാ ചാനലുകളുണ്ട്. ഒരുപാട് നല്ല പ്രതിഭകളെ വിളിച്ചു കൊണ്ടുവരാനും പ്രശസ്തിയിലേക്ക് ഉയർത്തുവാനും റിയാലിറ്റി ഷോകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വരലയം പ്രസിഡന്റ് സതീഷ് കുമാർ പി അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി സുർജിത്ത്, ഒ അബ്ദുറഹിമാൻ, അഡ്വക്കേറ്റ് സേവ്യർ ജോർജ്, ഹരിഹരൻ എന്നിവർ സംസാരിച്ചു. കീർത്തന മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് സ്വരലയം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ പഴയതും പുതിയതുമായ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത പരിപാടിയും അരങ്ങേറി. അറിയിപ്പുകൾ. ഹിന്ദി വിദ്യാർത്ഥികൾക്കു വേണ്ടി PSC UGC നടത്തുന്ന വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കായി ഭാഷാ സമന്വയവേദിയുടെ ആഭിമുഖ്യത്തിൽ തളി കേരള ഹിന്ദി പ്രചാര സഭയിൽ ഏപ്രിൽ 25-ന് ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9645409740. കെൽട്രോണിൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടിയ IT ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ബിടെക് അല്ലെങ്കിൽ BE ബിരുദധാരികൾക്കും ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫോൺ 9061360223. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമിയുടെ നോവും നൊമ്പരവും തിരിച്ചറിയാനായി ഒരു ദിനം. ലോക ഭൗമദിനത്തിൽ ബോധവൽക്കരണവും കൂട്ടായ്മയുമായി പരിസ്ഥിതി സ്നേഹികൾ. തിരുവനന്തപുരത്ത് BJPക്ക് വിജയം ഉറപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ. വിവിധ മുന്നണികളിലെ വോട്ട് ചോർച്ച BJPക്ക് അനുകൂലമായെന്നും മുരളീധരൻ. അന്നന്നത്തെ അന്നം അധ്വാനിച്ചുണ്ടാക്കുന്നതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നയമാണ് പുതിയ നികുതി ഘടനയെന്ന് പ്രദീപ് കുമാർ MLA. കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ നികുതി വർധനവിൽ പ്രതിഷേധിച്ച് വാഹന ഉടമകളുടെ RTO ഓഫീസ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.